എക്സൈസുകാരെ വെട്ടിക്കാൻ ചാക്കോ എടുത്തൊരു പ്ലാനാ. വഴിയിൽ സ്ക്വാഡുകാർ നിൽക്കുന്ന വിവരം ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. ഒരു പിടിങ്ങെടുത്ത് മുതലാളി ശമ്പളം തരുന്നത് ഈ ജോലിക്കല്ല. എന്നിട്ടെന്താ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഞാനൊരു മണങ്ങ. ഇങ്ങനെ ഒരു ചിന്ത പുള്ളിക്കാരത്തിന്റെ മനസ്സിലുണ്ടെന്ന് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. നാണം കെട്ടെന്ന് വഴങ്ങിക്കൊടുത്തിട്ടും ശ്രീകണ്ഠൻ എന്നെ ഉപദ്രവിക്കുകയാണ് സാർ. ഇപ്പൊ അങ്ങനെ തിരുവനന്തപുരത്തിന് പോയത് എന്നെ സ്ഥലം മാറ്റാനാണെന്നാ കേട്ടത്. സാർ കാര്യത്തിലൊന്നും ഇടപെട്ട്. കൈമളെ, ശ്രീകണ്ഠനും ഞാനും തമ്മിലുള്ള അടുപ്പവും സ്നേഹവും വെച്ച് പ്രത്യക്ഷത്തിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ ഒക്കില്ല. എന്നാൽ നിങ്ങളുടെ സ്ഥലം മാറ്റം ഒഴിവാക്കാൻ ഞാൻ ശ്രമിക്കാം. മതി സാർ. പക്ഷേ മേലിൽ ശ്രീകണ്ഠനെ ഉപദ്രവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണം. ഞാൻ ആരെയും ഉപദ്രവിക്കുന്ന പ്രകൃതക്കാരനല്ല സാർ. മതി. ആ, മോടെ പഠിപ്പൊക്കെ എവിടെ വരെയായി? അത് നിർത്തി. വരട്ടെ. നടുവെട്ട ഉപഷാപ്പിന്ന് 3680. അവിടെ പണിക്കാരുടെ കുഴപ്പമുണ്ട്. മുതലാളി എപ്പോഴാ വരിക? മന്ത്രിയെ കാണണമെന്ന് പറഞ്ഞാ പോയത്. നാളെയോ മറ്റോ എത്തുമായിരിക്കും. മൊത്തം കണക്ക് ശരിയല്ലേ? ഇന്നെന്താ ചാക്കോ പിരിവുമായിട്ട്? കൂട്ടുകാരൻ എന്തിയെ? വാസു ഒരു പാവാണ്. അല്ലേലും അവൻ ഈ വിഷയത്തില് വലിയ വിവരജ്ഞാനൊന്നുമില്ല. പിന്നെ പേടിയും കാണും. എന്താ താൻ? വാസു എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. ഇവിടത്തേക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ ഞാനില്ലേ? പേടിക്കണ്ടേ, ഞാൻ ആരും പറയില്ല. അടിക്കരുത് അവനെ. തൊട്ടുപോരും. വാസു, അപ്പൊ നീ എന്റെ ഭാഗത്താണോ? എങ്കിൽ ഇറങ്ങി പോരാ രണ്ടും.